പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം മന്ത്രം 71 മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: സവനമൊഴിഞ്ഞു സമത്വമാർന്നു നിൽപ്പീലവനിലാരും അനാദിലീലയത്രേ. അവിരളമാകുമിതാകവേ അറിഞ്ഞാൽ അവൻ അതിരറ്റ സുഖം ഭവിച്ചിടുന്നു. സവനം ഒഴിഞ്ഞു സമത്വമാർന്നു നിൽപ്പീൽ അവനിലാരും അനാദിലീലയത്രേ. അവിരളമാകുമിതാകവേ അറിഞ്ഞാൽ അവൻ അതിരറ്റ സുഖം ഭവിച്ചിടുന്നു. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. സവനം ഒഴിഞ്ഞ്, ജനനവും മരണവും ഇല്ലാതെ, അവനിയിൽ ലോകത്തിൽ, ആരും തന്നെ സമത്വമാർന്നു നിശ്ചലമായ നിലയിൽ നിൽപ്പീല നിൽക്കുന്നില്ല. അനാദിലീലയത്രേ, ജനനവും മരണവും ജീവിതവും ആദിയില്ലാത്തൊരു ലീലയാണ്. അവിരളമാകും, മുടക്കമില്ലാതെ നടക്കുന്ന ഇത് ആകവേ, ഈ പ്രക്രിയകളെ പൂർണ്ണമായും അറിഞ്ഞാൽ, ആനുഭൂതികമായി അറിഞ്ഞാൽ, അവന്, ആ ജ്ഞാനിക്ക് അതിരറ്റ അതിരുകളില്ലാത്ത സുഖം പരമാനന്ദം ഭവിച്ചിടുന്നു. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ജനനവും മരണവും ഇല്ലാതെ ലോകത്തിൽ ആരും തന്നെ നിശ്ചലമായ നിലയിൽ നിൽക്കുന്നില്ല. ജനനവും മരണവും ജീവിതവും ആദിയില്ലാത്തൊരു ലീലയാണ്. മുടക്കമില്ലാതെ നടക്കുന്ന ഈ പ്രക്രിയകളെ പൂർണ്ണമായും ആനുഭൂതികമായി അറിഞ്ഞാൽ, ആ ജ്ഞാനിക്ക് അതിരുകളില്ലാത്ത പരമാനന്ദം ലഭിക്കുന്നു. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം. ഈശ്വര ഭക്തന്മാർ പ്രപഞ്ചത്തെ ഈശ്വരന്റെ ലീലയായിട്ടാണ് ദർശിക്കുന്നത്, അല്ലേ? നാം ഓരോരുത്തരും എന്താണ്? ഈശ്വരന്റെ ഭക്തന്മാരാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തെ ദർശിക്കുന്നത് എങ്ങനെയാണ്? ആ ഈശ്വരന്റെ ലീലയായിട്ടാണ്. ഈശ്വരനാണെങ്കിലോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പ്രപഞ്ചരചന നടത്തി കളിക്കുകയാണ്. ആ ഈശ്വരന്റെ ഛായക്കൂട്ടുകളിൽ നിന്നും ഉരുവം കൊള്ളുന്ന നാം ഓരോരുത്തരും ജീവിതത്തെ കരുപിടിപ്പിച്ച് കൊണ്ടുവരുമ്പോഴേക്കും ആ ഈശ്വരൻ എന്തു ചെയ്യും? പുതിയ ചായങ്ങൾ തേച്ച് നമ്മെ മായ്ച്ചു കളയും. അവിടെ വേറൊരു ചിത്രം നമുക്ക് പകരമായിട്ട് വരയ്ക്കും. പ്രപഞ്ച സൃഷ്ടിക്ക് ഒരു സത് ഉദ്ദേശമുണ്ടെന്ന് പറയുകയും അതെന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന തത്വചിന്ത വിഭാഗങ്ങൾ ഉണ്ട്. എന്നാൽ അങ്ങനെ ഒരു ലക്ഷ്യവും ഇല്ല എന്നും വാദിക്കുന്നവരും ഉണ്ട്. ഈ രണ്ട് ഗണത്തിലും തൃപ്പാദങ്ങൾ പറയുന്ന അനാദി ലീലയെ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അനാദി ലീലയിൽ പൂർണ്ണമായും നമ്മൾ പങ്കാളികളായിട്ടില്ല. അതുകൊണ്ട് ആ ലീലയിൽ ഉൾച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ സുനിശ്ചിതമായ ഉദ്ദേശ്യം. അങ്ങനെ പ്രപഞ്ചലീലയിൽ ഉൾച്ചേരുന്നതിൽ തടസ്സം നിൽക്കുന്ന വ്യക്തിഗതമായ അഹന്തയെ നിർമാർജനം ചെയ്യാനുള്ള ശ്രമം നാം നടത്തേണ്ടതാണ്. പ്രസവിക്കുന്നതിനെയാണ് സവനമെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പ്രകരണത്തിൽ ആത്മാവിലാണ് പ്രസവങ്ങൾ നടക്കുന്നത്. പ്രസവിക്കുക മാത്രമല്ല, പ്രതിപ്രസവിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു ഗർഭപാത്രത്തിൽ നിന്നും ഒന്ന് ജാതമായോ ആ ഗർഭാശയത്തിലേക്ക് തന്നെ അതിനെ തിരിച്ചെടുക്കുന്നതിനെയാണ് പ്രതിപ്രസവമെന്ന് പറയുന്നത്. പ്രസവവും പ്രതിപ്രസവവും എന്നെന്നും ആത്മാവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു മുടിവും അതിനില്ല. പൂർണ്ണമെന്നാൽ അതിൽ അനേകം അംശങ്ങൾ ഉണ്ടെന്നാണ് അർത്ഥം. പൂർണ്ണം എന്നാൽ അതിൽ അനേകം അംശങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, 1 രൂപയിൽ 100 പൈസകൾ ചേർന്നിരിക്കുന്നു. ഈ 100 പൈസകൾ ചേർത്ത് വച്ചാൽ 1 രൂപയാകും എന്നുള്ളത് നമ്മുടെ സാധാരണ ഗണനയാണ്. ഈ ഗണന നമ്മളുടെ ചിന്തയിൽ എന്നെന്നും വാസ്തവമായി ഇരിക്കുന്നു.
എന്നാൽ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗണന വില പോകുന്നില്ല. എണ്ണമറ്റ നാമരൂപങ്ങളാണ് പ്രപഞ്ചമെന്ന് പറയുന്നതല്ലേ? എണ്ണമറ്റ നാമരൂപങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ് പ്രപഞ്ചം. അത് അനേകമാണ്. ഏകമായ ആത്മാവാണ് ഈ നാമരൂപങ്ങൾക്ക് അധിഷ്ഠാനം. എന്നാൽ എല്ലാ നാമരൂപങ്ങളെയും കൂട്ടിവച്ചാലും ആത്മാവിൻ്റെ പൂർണ്ണത കിട്ടുകയില്ല. നാമരൂപങ്ങളെ നിരാകരിച്ച് പൂർണ്ണമായ ആത്മാവിനെ ഒന്നായി അറിയണം. അതിനെയാണ് അന്തർജ്ഞാനമെന്നു പറയുന്നത്. തൃപ്പാദങ്ങൾ അതുകൊണ്ടാണ് അവിരളമാകുന്ന ഈ സവന പ്രക്രിയകളെ ആകവേ അറിയണം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ പരമാനന്ദത്തിൻ്റെ സീമയറ്റ വ്യോമത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നു. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 71 മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.